സഭയിൽ ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് നിയമസഭയുടെ ആദരം ഉണ്ടായിരുന്നു. പ്രശംസിച്ച് സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് രംഗത്ത് വന്നു. ഒപ്പം സഞ്ജു സാംസണിന്റെ സാന്നിധ്യവും അഭിമാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. രാജ്യത്തിനാകെ അഭിമാനവും അത്യാഹ്ലാദവും പകർന്ന നേട്ടത്തിൽ ഈ സഭയുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുന്നു. നീണ്ട നാളുകൾക്ക് ശേഷമാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു ലോക കിരീടം സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ലോകകപ്പിലുടനീളം ദേശീയ ടീം അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ടൂർണമെന്റിൽ ഒരു കളിയിലും പരാജയം അറിയാതെയായിരുന്നു ടീമിന്റെ മുന്നേറ്റം. കളിയുടെ എല്ലാ മേഖലയിലും മിടുക്കരായ താരങ്ങൾ നമുക്കുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിന്റെയും തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെയും ഫലമാണ് ഈ കിരീട നേട്ടം. തോൽക്കാൻ മനസ്സില്ല എന്ന ഉജ്ജ്വല പോരാട്ട വീര്യത്തിന്റെ തെളിവായിരുന്നു ഇന്ത്യൻ ടീമിന്റെ തിരിച്ചുവരവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 2020 ലോകകപ്പ് വിജയം നമ്മളെയെല്ലാം വല്ലാതെ പ്രചോദിപ്പിക്കുകയാണ്. സത്യത്തിൽ ആ മത്സരത്തിന്റെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരുന്നില്ല. പിന്നീട് ആ മത്സരം തിരിച്ചു പിടിച്ചതാണ്. തോൽക്കാൻ മനസ്സില്ല എന്നുള്ള പോരാട്ട വീര്യത്തിന്റെ ഉജ്ജ്വലമായ പ്രതീകമായിരുന്നു ആ തിരിച്ചുവരവ്. സർ, അത് ഇനി വരാനിരിക്കുന്ന തലമുറകളെ കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വിജയമാണ്. പിന്നാലെ വരുന്നവർക്കുള്ള പാഠപുസ്തകമാണ്. ഉറച്ചുനിന്ന് പൊരുതിയാൽ നഷ്ടപ്പെട്ടുപോയ ഏത് വിജയത്തെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് അവർ കളിക്കളത്തിൽ തെളിയിച്ചത്. ക്രിക്കറ്റ് ടീമിനുള്ള അഭിനന്ദനമാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും അടക്കം ഇന്ന് നിയമസഭയിൽ നടത്തിയത്. മറ്റൊരു വാർത്ത